പ്രിയ മാധ്യമങ്ങളിലെ വനശുശ്രൂഷക്കാരെ ക്ഷണിക്കുന്നു. പേര് ചാനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കാം. Greetings to you in the name of our soon coming Lord. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. I really count it a great privilege to be with you tonight. തീർച്ചയായും ഇന്ന് രാത്രി നിങ്ങളോടൊപ്പമായിരിക്കുന്നത് വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. I think it is just about 10 years ago that I was in the assembly there, and I have some fresh memories about it. ഏതാണ്ട് 10 വർഷക്കാലം മുൻപ് ആ സഭയിൽ വന്നത് തീർച്ചയായും ഓർക്കുകയും വളരെ നന്നായ ഓർമ്മകൾ അതിനെക്കുറിച്ചുണ്ട്. I came with my wife, and then after a few months she went to be with the Lord in the month of October, the 12th of October. പ്രിയപ്പെട്ടവന്റെ പ്രിയ ഭാര്യ സഹോദരിയോട് കൂടിയാണ് വന്നത്. അതിനുശേഷം ചില മാസങ്ങൾക്ക് ശേഷം പ്രിയപ്പെട്ടവർ കർത്തൃസന്നിധാനത്തിലൊക്കെ ചേർക്കപ്പെട്ടു. So the last 10 years I've been living in different places. Now the 4 years I am in near Perumbavoor. അതിനുശേഷം 10 വർഷക്കാലമായി വിവിധ സ്ഥലങ്ങളിലായി താമസിച്ചു വരുന്നു. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി പെരുമ്പാവൂരിന്റെ പ്രദേശത്തായിരിക്കുന്നു. And the Lord is giving me a lot of grace in spite of my physical inabilities. ശാരീരികമായ വിഷമതകളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലും കർത്താവ് ധാരാളമായ ദൈവകൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. As you probably know, it is now 30 years since I am not able to walk. നിങ്ങൾ അറിയുന്നത് പോലെ നടക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിട്ട് ഏതാണ്ട് 30 വർഷക്കാലമായി. And the Lord has been specially giving me a lot of grace after I became ill like this. ഇത്തരത്തിൽ ശാരീരികമായ അവസ്ഥയുടെ അനുഭവത്തിലായതിനു ശേഷം ദൈവം ധാരാളമായ കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. I never knew the tenderness of the Lord before I became ill. ശാരീരിക ക്ഷീണത്തിന്റെ അവസ്ഥയിൽ ആകുന്നതിന് മുൻപ് കർത്താവിന്റെ കൃപയുടെ ആ കാരുണ്യം ഇത്രമാത്രമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. And I'm so indebted to God for His abundant grace, which I enjoy. I know because many are praying for me. ധാരാളം സഹോദരങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന അനർഘമായ ദൈവകൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. And these days I am an online missionary. ഈ നാളുകളിൽ ഒരു ഓൺലൈൻ മിഷണറി എന്ന നിലയിൽ പ്രവർത്തിച്ചു പോരുന്നു. And first time when I got my computer here 13-14 years ago, I searched for opportunities to use this instrument for the propagation of the gospel. ഏതാണ്ട് 13-14 വർഷക്കാലത്തിന് മുൻപ് ആദ്യമായ ഒരു കമ്പ്യൂട്ടർ എനിക്ക് ലഭിച്ചപ്പോൾ ഇത് സുവിശേഷത്തിന്റെ വ്യാപനത്തിന് വേണ്ടി എങ്ങനെ വിനിയോഗിക്കാം എന്ന് വളരെ ആഴത്തിൽ ഞാൻ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ഉണ്ടായി. And I got into 2 international ministries. One is called Global Media Outreach, run by Campus Crusade for Christ. തീർച്ചയായും വിവിധങ്ങളായ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടുവാനായിട്ട് ഇടയായി. ഒന്ന് ക്യാമ്പസ് ക്രൂസേഡ് ഫോർ ക്രൈസ്റ്റ് സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ മീഡിയ ഔട്ട്റീച്ച് എന്ന ഒരു മിനിസ്ട്രിയാണ്. And they have more than 100 websites presenting the gospel. സുവിശേഷം പങ്കുവയ്ക്കുന്ന 100-ലധികം വെബ്സൈറ്റുകൾ അവർക്കുണ്ട്. And you will be surprised to know that more than 1 million people visit their websites. അവരുടെ വെബ്സൈറ്റുകളിൽ ഏതാണ്ട് 10 ലക്ഷത്തിലധികം പേർ അവരെ സന്ദർശിക്കുന്നുണ്ട് എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് തീർച്ചയായും അത്ഭുതം തോന്നാം. It's a daily thing, daily 1 million seekers, and out of that about 2% will respond to us, and we are about 5,000 volunteers around the world trying to answer them. ഏതാണ്ട് ഒരു ദിവസം തന്നെ 10 ലക്ഷത്തിലധികം പേർ അന്വേഷകരായി വരുന്നു. അതിലൊരു 2% പേരെങ്കിലും തീർച്ചയായും അതിനുശേഷം അന്വേഷണത്തിന് വരുന്നു. ഏതാണ്ട് 5000 പേര് ലോകത്താകമാനം ഇത്തരത്തിൽ അവരോട് റെസ്പോണ്ട് ചെയ്യുവാനായി, അവരോട് സംസാരിക്കുവാനായി അല്ലെങ്കിൽ അവർക്ക് റെസ്പോണ്ട് ചെയ്യുവാനായിട്ടുണ്ട്. So on the wheelchair I am enjoying my life because certain days I have to respond to 200-250 emails of seekers.
തീർച്ചയായും വീൽ ചെയറിലായിരിക്കുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം വളരെ ആസ്വാദികരമായ രീതിയിലാണ് ചിലവഴിക്കുന്നത്. കാരണം ഒരു ദിവസം തന്നെ ചിലപ്പോൾ 20, 200, 250 അന്വേഷകർക്ക് മറുപടി നൽകുവാനായി ഇമെയിലുകൾ ലഭിക്കാറുണ്ട്. And these days, upon Corona days especially, many are coming from the Muslim world. തീർച്ചയായും ഈ നാളുകൾ പ്രത്യേകിച്ച് കൊറോണ വന്നതിന് ശേഷം മുസ്ലിം വേൾഡിൽ നിന്ന് ധാരാളം അന്വേഷകർ ആ രീതിയിൽ വരുന്നുണ്ട്. And I am so thankful that 39,000 seekers were brought into contact with me through the internet. ഇന്റർനെറ്റിൽ കൂടി ഏതാണ്ട് 39,000-ത്തിലധികം അന്വേഷകർ എന്നോട് ആ രീതിയിൽ ആഭിമുഖ്യം പുലർത്തുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. Around the world, there are people who have joined the assemblies, and I thank God for this ministry that is giving me a lot of excitement. തീർച്ചയായും ലോകത്താകമാനം നോക്കുമ്പോൾ അനേകർ ദൈവസഭകളിലേക്ക് കടന്നു വരുവാനായിട്ടൊരു മുഖാന്തരമായി തീർന്നിട്ടുണ്ട്. തന്നെയുമല്ല, ഇത് തീർച്ചയായും വളരെ സന്തോഷം നൽകുന്ന ഒരു ശുശ്രൂഷയാണ്. Some of you who want to use this ministry, you can go to Global Media Outreach and you can become a volunteer. All that you need to do is to give your testimony, and two people who know you must also tell you that you are a servant of God, that you want to serve the Lord. തീർച്ചയായും ഈ രീതിയിൽ ഈ ശുശ്രൂഷകൾ പങ്കെടുക്കുവാൻ കഴിയുന്നവർക്ക്, താല്പര്യമുള്ളവർക്ക് ഗ്ലോബൽ മീഡിയ മിനിസ്ട്രിയുടെ ആ വെബ്സൈറ്റിൽ സന്ദർശിക്കുകയും വോളണ്ടിയറായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുവാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങളുടെ സാക്ഷ്യം അവിടെ നൽകണം. തന്നെയുമല്ല, നിങ്ങളെ അറിയുന്ന 2 പേര് നിങ്ങൾ ശുശ്രൂഷയ്ക്ക് താല്പര്യമുള്ളവരാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയും വേണം. Now I have a second ministry. It is called gotquestions.org. തീർച്ചയായും രണ്ടാമത് ഒരു ശുശ്രൂഷ കൂടെ ചെയ്യുന്നുണ്ട്. ചോദ്യങ്ങൾക്കായിട്ട് gotquestions.org എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. They have gospel presentation in more than 170 languages. 170-ലധികം ഭാഷകളിൽ അവർ സുവിശേഷം പങ്കുവയ്ക്കുന്നു. And they have answered more than 600,000 questions. 6 ലക്ഷത്തിലധികം ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം നൽകിയിട്ടുണ്ട്. And if you have a Bible-based question, you can ask them, and within already it is not in the website, they will try to answer within 3-4 working days. തീർച്ചയായും ദൈവവചനത്തെ അധിഷ്ഠിതമായ ചോദ്യങ്ങളുണ്ടെങ്കിൽ അവരോട് ചോദിക്കാം. അത് വെബ്സൈറ്റിൽ ഇതിനുള്ളിൽ ഉത്തരം നൽകാത്തതാണെങ്കിൽ ഒരു 3-4 ദിവസത്തിനകം അവരതിന് ഒരു മറുപടി നൽകും. And I am one of the volunteers. We are about 200 writers. I'm one of them. And I thank the Lord that I was able to do all the Malayalam pages for gotquestions.org. അത്തരത്തിൽ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു വോളണ്ടിയറായും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ധാരാളം അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായിട്ട് കഴിഞ്ഞിട്ട്, തന്നെയുമല്ല അതിൻ്റെ മലയാളം പേജുകളിൽ വിവിധങ്ങളായ പേജുകൾ ആ രീതിയിൽ എഴുതുവാനായിട്ട് ദൈവം സഹായിച്ചു. And do pray for this ministry. It's very exciting, and the Lord is meeting the hearts of several people around the world, English speaking people. തീർച്ചയായും സന്തോഷം നൽകുന്ന ഈ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. കാരണം അനേകര്, ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന അനേകര് കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് ഇതിടയാകുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. Tonight I want to talk about the significance of these days and the role of a believer during this time. ഇന്ന് രാത്രികാലം ഈ നാളുകളുടെ പ്രത്യേകതകളെ കുറിച്ചും അതുപോലെ ഈ നാളുകൾ വിശ്വാസികൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. In the history of the world, we have never had a time like this. ലോക ചരിത്രത്തിൽ നമുക്ക് ഇതുപോലെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാലം ഉണ്ടായിട്ടില്ല. We must say that we are living in the most exciting days in the history of the world. ലോക ചരിത്രത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ അല്ലെങ്കിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Of course, Corona has killed more than 10 lakhs people around the world. ലോകത്തിൽ കൊറോണ മൂലം ഏതാണ്ട് 10 ലക്ഷത്തിലധികം പേർ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടു. And there are many who are being affected by the illness. ആ അസുഖത്താൽ അനേകർ ബാധിക്കപ്പെടുകയുണ്ടായി. And people of the world are wondering what is happening, and they are helpless, and they are just wondering how to tackle the situation. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നോർത്ത് ലോകജനം ആകെ ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെ നേരിടണമെന്ന് അവർക്കറിയുന്നില്ല. Man
is becoming helpless. മനുഷ്യൻ നിസ്സഹായനായി മാറുന്നു. And man is beginning to realize that he is helpless. മനുഷ്യൻ നിസ്സഹായൻ എന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങളായി ഇത് മാറുകയാണ്. Until now they thought, oh well, we can do everything and everything is under our control. ഇതുവരെയും മനുഷ്യൻ കരുതിയിരുന്നത് എനിക്കെല്ലാം ചെയ്യുവാൻ കഴിയും, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയും എന്ന് അഹങ്കരിച്ചിരുന്നു. But then now they begin to realize, no, things are beyond our control. We are helpless. എന്നാൽ ഇപ്പോൾ മനുഷ്യൻ തിരിച്ചറിയുന്ന കാര്യം, ഞാൻ നിസ്സഹായനാണ്, കാര്യങ്ങൾ എന്റെ നിയന്ത്രണത്തിന് അതീതമാണ് എന്നാണ്. Did you know that the times of the Gentiles have come to an end? ജാതികളുടെ കാലഘട്ടം തീർന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? How many of you know that the times of the Gentiles have come to an end? ജാതികൾക്ക് വെച്ചിരുന്ന കാലഘട്ടം തീർന്നു എന്ന് നിങ്ങൾ എത്ര പേർ തിരിച്ചറിയുന്നു? Very surely, if you read Luke chapter 21 verse 24, ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം നാം ശ്രദ്ധിച്ചാൽ, until the times of the Gentiles are over, Jerusalem will be trampled by Gentiles. നാം അവിടെ വായിക്കുന്നത് ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും എന്നാണ്. Okay, Jerusalem, Israel became a nation in 1948. ഇസ്രായേൽ ഒരു രാജ്യമായത് 1948-ലാണ്. Oh yeah, that's a year when I was also born. I'm excited. I want to tell you that my generation will not pass away until everything is completed. പ്രിയപ്പെട്ടവൻ ജനിച്ച വർഷമാണ്. തീർച്ചയായും എന്റെ തലമുറ ഈ കാര്യങ്ങളൊക്കെ തീരുവോളം നീങ്ങിപ്പോകുകയില്ല എന്നുള്ള വചനത്തിനായിട്ട് അതിൽ വളരെ സന്തോഷിക്കുകയാണ്. Okay, now though Israel became a nation in 1948 and they got Jerusalem in 1967, Jerusalem became the capital only in 2018, just 2 years ago. 1948 അവർ ഒരു രാജ്യമായി ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ടു. 67 അവർക്ക് യെരൂശലേം അവരുടെ അധീനതയിൽ വന്നു. എങ്കിൽ പോലും യെരൂശലേം അവരുടെ രാജ്യ തലസ്ഥാനമായത് 2 വർഷത്തിന് മുൻപാണ്, 2018 മാത്രമാണ്. Exactly 70 years after it became a nation, Jerusalem became the capital. 70 years of captivity has come to an end. Times of Gentiles have come to an end. അവർ ഒരു രാജ്യമായി പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷം 70 വർഷക്കാലത്തിന് ശേഷമാണ് അവർക്ക് യെരൂശലേം അവരുടെ തലസ്ഥാനമായി ലഭിച്ചത്. അവിടെയാണ് ജാതികളുടെ കാലഘട്ടം അവസാനിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. Yeah. But we are living in times when the fullness of Gentiles have not joined the church yet. നാം ഇപ്പോൾ ആയിരിക്കുന്ന കാലഘട്ടം എന്നുള്ളത് ജാതികളുടെ പൂർണ്ണസംഖ്യ സഭയിലേക്ക് തികയാത്ത ഒരു കാലഘട്ടം എന്ന അവസ്ഥയിലാണ്. Romans chapter 11 and verse 25 talk about a time when the hardness in the heart of Israel till the fullness of Gentiles have joined. റോമാലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു എന്ന വസ്തുതയാണ്. Okay, now the times of Gentiles have come to an end, but the fullness of Gentiles are not yet reached. ജാതികളുടെ കാലം തികഞ്ഞു എങ്കിൽ പോലും ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർന്നിട്ടില്ല. അതുകൊണ്ടാണ് നാം ഇന്നിവിടെ ആയിരിക്കുന്നത് ഈ കാലഘട്ടം. We are living in very, very crucial days. I would put in another way, and I would say we are living in the days of the time of pregnancy time, delivery time. അത് വളരെ പ്രത്യേകമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നാം ഒരു ഗർഭാവസ്ഥയിൽ ആ പ്രസവത്തോട് അടുക്കുന്ന കാലഘട്ടം എന്ന അർത്ഥത്തിൽ നമുക്ക് ചേർത്ത് ചിന്തിക്കുവാൻ കഴിയുന്ന അത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. I want to show from the scripture that the times of Gentiles have come to an end and Jerusalem now is in the hands of the Lord. ഞാൻ തീർച്ചയായും തിരുവചനത്തിൽ നിന്ന് നിങ്ങളെ കാണിക്കുവാനായിട്ട് ആഗ്രഹിച്ച ഭാഗം എന്നുള്ളത് ജാതികളുടെ കാലം തികഞ്ഞു എന്നുള്ളതും ഈ യെരൂശലേം ഇന്ന് ജനത്തിന്റെ കയ്യിലായിരിക്കുന്നു എന്നുള്ളതുമാണ്. All of us who read the newspaper, we know
that during 2014 and 2015, there is something called the tetrad had taken place. Tetrad. 2014-15 കാലഘട്ടത്തിൽ നമ്മൾ ന്യൂസ് പേപ്പർ വായിച്ചിട്ടുള്ളവർക്കറിയാം ടെട്രാഡ് എന്നൊരു സംഭവം ഉണ്ടായി. Tetrad means 4 red moons and 2 black suns. ടെട്രാഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 4 ബ്ലൂ മൂൺസ് അതുപോലെ 2 ബ്ലാക്ക് സൺസ്, സൂര്യൻ ഇരുണ്ട അവസ്ഥ. In 2 years, 6 eclipses and 4 lunar eclipses which made a moon red, and 2 solar eclipses when the sun was made dark. ആ 2 വർഷക്കാലത്തിനിടയിൽ 6 ഗ്രഹണങ്ങൾ ഉണ്ടാകുന്നു. അതിൽ 4 എണ്ണം ചന്ദ്രഗ്രഹണങ്ങളായി. അതിൽ ചന്ദ്രൻ ചുമന്നതും അതുപോലെ 2 സൂര്യഗ്രഹണങ്ങൾ അവിടെ കറുത്തുപോയ സൂര്യനെയും നമുക്ക് കാണുവാൻ കഴിയുന്നു. If you ever go to NASA's website on eclipses, they have listed eclipses up to 3000 AD. നാം നാസയുടെ വെബ്സൈറ്റിൽ ഈ ഗ്രഹണങ്ങളെ കുറിച്ചുള്ള വെബ്സൈറ്റിൽ പോയാൽ ഏതാണ്ട് 3000 AD വരെ ഉള്ള ഗ്രഹണങ്ങളെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. And you will come to know that 62 times tetrad have taken place. 62 times tetrad within 3000 AD. 3000 AD-ക്കുള്ളിൽ ഏതാണ്ട് 62 പ്രാവശ്യം ഈ ടെട്രാഡ് എന്ന പ്രതിഭാസം സംഭവിക്കുന്നതായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. But out of this 62, only 8 of them fell on the Jewish festival days and the Jewish New Year day. ഈ 62-ൽ ഏതാണ്ട് 8 എണ്ണം മാത്രമേ യഹൂദന്റെ പെരുന്നാൾ നാളുകളിൽ അത് സംഭവിച്ചു കാണുന്നുള്ളൂ, അല്ലെങ്കിൽ അവരുടെ പുതുവർഷത്തിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചു കാണുന്നുള്ളൂ. Okay, did you know what happened in 2014 and 15? It happened on the festival days of the Jewish people and on the New Year day of the Jewish people. 2014-15 കാലഘട്ടത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? അവരുടെ പെരുന്നാൾ നാളുകളിലും അവരുടെ പുതുവത്സരത്തിന്റെ അനുഭവത്തിലുമാണ് അവർക്കുണ്ടാകുന്നത്. It happened. Moon became red on the Passover day and on the Pentecostal day and on the Tabernacle day. Passover day, Tabernacle day, 2 years consecutively, moon became red. 2 വർഷക്കാലം തുടർച്ചയായി തന്നെ അവർക്ക് പെസഹ നാളിലും അതുപോലെ സമാഗമന കൂടാര പെരുന്നാളിന്റെ ആ നാളിലും അവർക്ക് തുടർച്ചയായി ആ അനുഭവം ഉണ്ടായി. ചന്ദ്രൻ ചുമന്ന ആ അനുഭവത്തിലേക്ക് അവർ വന്നു. And the sun was dark on their New Year day on 2014 and 2015. 2014-ലും 15-ലും സൂര്യൻ ഇരുണ്ടുപോയ ഗ്രഹണത്തിന്റെ അവസ്ഥ 2 വർഷം അവർക്ക് അവരുടെ പുതുവത്സരത്തിന്റെ അനുഭവത്തിൽ ഉണ്ടാകുന്നു. All of you know that verse in Joel chapter 2 and verse 31. യോവേൽ പ്രവചനം അതിന്റെ 2:31 എഴുതിയിരിക്കുന്നത് നമുക്കറിയാവുന്ന വിഷയമാണല്ലോ. Before that great day of the Lord, the sun shall be turned into darkness and moon into blood. കർത്താവിന്റെ ആ വലിയ ദിവസത്തിന് മുൻപേ സൂര്യൻ ഇരുണ്ടു പോവുകയും ചന്ദ്രൻ ചുമക്കുകയും ചെയ്യും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. And 2014-2015 is the last time when tetrad would take place during the Jewish festival and New Year day. 2014-ലും 15-ലുമാണ് അവസാനമായി യഹൂദന്റെ പെരുന്നാൾ നാളുകളിലും അതുപോലെ അവരുടെ പുതുവത്സരത്തിന്റെ നാളുകളിലും ഈ ടെട്രാഡ് എന്ന അനുഭവം ഉണ്ടാകുന്നത്, ആ ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. Okay, tetrads will be there in the future also, but not on Jewish festival days. It will be the last one has already taken place, and that is a warning that the great day of the Lord is coming. തീർച്ചയായും ടെട്രാഡ് ഇതിന് ശേഷവും വരുന്നതായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും യഹൂദന്റെ ഒരു പെരുന്നാൾ ദിവസം അല്ലെങ്കിൽ അവരുടെ പുതുവത്സരത്തിന്റെ ആ നാളുകളിലുള്ള അനുഭവമായി ഇത് അവസാനമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ 14-15 കാലഘട്ടത്തെ കുറിച്ച് മാത്രമാണ്. I want you to take time and read the words in Jeremiah chapter 31 verse 28. Jeremiah 31 and verse 28. It will tell you 7 different infinitive verbs
5 of them are negative and 2 positives. ഇരമ്യാ Jeremiah 31 and 28. ഇരമ്യാ പ്രവചനത്തിന്റെ 31-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. കാരണം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോസിറ്റീവായും നെഗറ്റീവുമായുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അന്ന് ഞാൻ പറിക്കുവാനും പൊളിക്കുവാനും ഇടിക്കുവാനും നശിപ്പിക്കുവാനും കഷ്ടപ്പെടുത്തുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കുന്നത് പോലെ പണിയുവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. Okay. 5 times these tetra took place. God was punishing them. 5 പ്രാവശ്യം ഈ ടെട്രാഡ് എന്ന പ്രതിഭാസം ഉണ്ടായപ്പോൾ ദൈവം അവരെ തീർച്ചയായും അവരെ ശിക്ഷിക്കുകയായിരുന്നു. But in 20th century it happened twice. എന്നാൽ 20-ാം നൂറ്റാണ്ടിൽ അത് 2 പ്രാവശ്യം സംഭവിച്ചു. 1947, 1967. 1947-ലും 67-ലും അത് സംഭവിച്ചു. And 1948 Israel became a nation. 1967 Jerusalem was captured. 47-ൽ അവർ ഒരു രാജ്യമായി തീർന്നു. 67-ൽ അവർക്ക് യെരുശലേം അവരുടെ തലസ്ഥാനമായി യെരുശലേം അവർക്ക് ലഭിക്കുകയുണ്ടായി. Did you see the significance? അതിന്റെ താരതമ്യങ്ങൾ നിങ്ങൾ പ്രാധാന്യം കണ്ടുവോ? God has taken the Jewish nation into his hands. The times of Gentiles have come to an end. The great day of the Lord is coming. They are going to build a temple there, and all the prophecies are going to be fulfilled right before our eyes. തീർച്ചയായും യഹൂദനെ ദൈവം തന്റെ കരങ്ങളിൽ എടുത്തിരിക്കുകയാണ്. നാം കേട്ടതുപോലെ ജാതികളുടെ നാളുകൾ കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും അവരവിടെ ആലയം പണിയും. തീർച്ചയായും വലിയ കാര്യങ്ങൾ വരും. യഹോവയുടെ ദിവസം ഇതാ നമ്മുടെ പടിവാതിൽക്കലായിരിക്കുന്നു, അടുത്തിരിക്കുന്നു. Now let us turn to 2 Peter chapter 3. നമുക്ക് നമ്മുടെ ശ്രദ്ധയെ പത്രോസിന്റെ 2-ാം ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് തിരിക്കാം. 2 Peter chapter 3 and verse 12. 2 പത്രോസ് 3-ന്റെ 12-ാം വാക്യം. 2 Peter chapter 3 and verse 12. 2 പത്രോസ് 3-ന്റെ 12 നാം ഇങ്ങനെയാണത് വായിക്കുന്നത്: നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. Hastening the coming of the Lord. Is it not there in Malayalam? 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. English is 12. Yes. ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. Okay, we are commanded to hasten the coming of the Lord. കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനായി നമുക്ക് കൽപ്പന നൽകിയിരിക്കുന്നു. Why? Did you know that you and I can decide that we are responsible for hastening the coming of the Lord? കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുവാനായി നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുന്നുണ്ടോ? Hey, I'm talking to great people. വലിയ മനുഷ്യരോടാണ് ഞാൻ സംസാരിക്കുന്നത്. I'm talking to men who will decide the second coming of the Lord. കർത്താവിന്റെ 2-ാം വരവിന്റെ നാളിനെ അല്ലെങ്കിൽ കുറിക്കുവാൻ കഴിയുന്ന അതിന് കഴിവുള്ളവരോട് ഞാൻ സംസാരിക്കുന്നത്. Did you know that you are responsible to hasten his coming? കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുവാനായി അതിന്റെ നാളിനെ കുറിക്കുവാനായി നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുവോ? 2 things are required: your holy life and അവിടെ 2 കാര്യം നമ്മോട് അവിടെ ആവശ്യപ്പെടുന്നത് വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം എന്നാണ്. Okay, godliness and holy life. വിശുദ്ധ ജീവനവും ഭക്തിയും. Those are the 2 things which will determine the coming of the Lord, hastening of the coming of the Lord. കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നതിനെ കുറിച്ച് തീരുമാനമുണ്ടാക്കുന്നത് ആ 2 വിഷയങ്ങളാണ്. Your holiness and your godliness. നിങ്ങളുടെ വിശുദ്ധ ജീവനും നിങ്ങളുടെ ഭക്തി. My godliness, my holiness will determine the hastening of the Lord. എന്റെ വിശുദ്ധ ജീവനും എന്റെ ഭക്തി അതാണ് കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുവാനായി മതിയായത് അല്ലെങ്കിൽ അത് കുറിക്കുന്നത്. Let everyone say, my holiness, my godliness will determine the hastening of the Lord.
നാം ഓരോരുത്തരും അത് തിരിച്ചറിഞ്ഞ് പറയേണ്ടിയിരിക്കുന്നു. എൻ്റെ വിശുദ്ധ ജീവനം, എൻ്റെ ഭക്തി, അതാണ് കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുന്നത്, നാൾ കുറിക്കുന്നത്. Okay, now let's turn to verse 9 in the same chapter, 2 Peter 2:9. ആ ഭാഗത്ത് തന്നെ അതിന്റെ 9-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 2 പത്രോസ് 3:9. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. He is showing long suffering towards you. തീർച്ചയായും ദൈവം ഇവിടെ നാം ഓരോരുത്തരോടും ദീർഘക്ഷമ കാണിക്കുകയാണ്. Why is he delaying? എന്തുകൊണ്ടാണ് അവൻ saying, look at him, he said promised this, he's not fulfilling his promise, he's delaying his coming. Why is he delaying? He is being gracious to you. തീർച്ചയായും നാം പലപ്പോഴും പറയാറുണ്ട്, അവൻ വരും എന്ന് വാക്ക് പറഞ്ഞിട്ട് താമസിക്കുകയാണ്, അവന്റെ വാഗ്ദാനം അവൻ പാലിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ നമ്മൾ ഓരോരുത്തരോടും അവൻ ദീർഘക്ഷമ കാണിക്കുകയാണ്. നാം ഓരോരുത്തരോടും അവൻ ആ രീതിയിൽ സഹതാപം കാണിക്കുകയാണ്. Okay, this is something that we should remember. അത് തീർച്ചയായും നാം ഓർക്കേണ്ട കാര്യമാണ്. What is the meaning of it? He is showing kindness towards you. നിന്നോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുമ്പോൾ നാം അതെന്താണ് മനസ്സിലാക്കേണ്ടത്? Do you know? The moment you became a child of God. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ ഒരു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ദൈവവേദനായ നിമിഷം? God has prepared so many good works which you should complete. നിങ്ങൾ ചെയ്തു തീർക്കുവാനായി അനേകം സൽപ്രവർത്തികളെ ദൈവം ഒരുക്കിയിട്ടുണ്ട്, മുന്നൊരുക്കിയിട്ടുണ്ട്. Ephesians chapter 2 and verse 10. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. Ephesians 2 and 10. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം അവന്റെ കൽപ്പനയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. Oh, God has foreordained some good works which you should complete while you are on this earth. നീ ലോകത്തിലായിരിക്കുമ്പോൾ ചെയ്തു തീർക്കുവാനായിട്ട് സൽപ്രവർത്തികൾ ദൈവം അതിനായി പ്രത്യേകമായി മുന്നൊരുക്കിയിട്ടുണ്ട് നമ്മ ഓരോരുത്തരെ കുറിച്ചും. Did you ever realize, did you ever know, do you really know what are the good work God has foreordained for you to complete? നാം ഓരോരുത്തരും ചെയ്തു തീർക്കേണ്ട സൽപ്രവർത്തികൾ ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയത് എന്താണ് എന്ന് വ്യക്തമായി നാം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടോ? Have you been able to fulfill it? അത് നമുക്ക് ചെയ്തു തീർക്കുവാനായി കഴിഞ്ഞിട്ടുണ്ടോ? If you are not been able to fulfill the good work which God has foreordained for you, you will be ashamed at his coming. നാം ചെയ്തു തീർക്കുവാനായി ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയ ആ സൽപ്രവൃത്തി നാം ചെയ്തു തീർക്കുന്നില്ലെങ്കിൽ അവന്റെ മടങ്ങി വരവെങ്കിൽ നാം ലജ്ജിതരായി തീരുക തന്നെ ചെയ്യും. God does not want you to be ashamed at his coming. 1 John chapter 2:28. He does not want you to become, some of us are going to be ashamed at his coming. നാം കർത്താവിന്റെ വരവെങ്കിൽ നാം ആരും ലജ്ജിതരായി തീരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള അനുഭവത്തിൽ ചിലരാകും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് കാണുവാൻ കഴിയും. Okay, some are going to be ashamed. Some are going to be ashamed. 1 John 2:28. But God does not want you to be ashamed. And that is why he is patient towards you. You must discover what is God's purposes for you. You must fulfill them before his coming, so that at his coming you will not be ashamed. ചിലർ ലജ്ജിതരായി തീരും. 1 യോഹന്നാൻ 2:28 കാണുന്നത് പോലെ ചിലർ ലജ്ജിതരായി തീരുക തന്നെ ചെയ്യും. എന്നാൽ നാം ഓരോരുത്തരും അത്തരത്തിൽ ലജ്ജിതരായി തീരാതിരിക്കേണ്ടതിന് ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കാൻ നമുക്ക് സമയം നീട്ടിത്തരികയും ചെയ്യാണ്. നാം അത് നിവർത്തിക്കുക തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. Did you know that you are not supposed to go to heaven alone? നിങ്ങൾ സ്വർഗത്തിലേക്ക് ഏകനായി കടന്നു പോകണം എന്നുള്ളതല്ല ദൈവഹിതം എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? If I ask you how many of you will go to heaven, almost all of you will lift your hand and say, praise the Lord, hallelujah,
I'm on the way to heaven. God has saved me. Yes. നിങ്ങൾ എത്ര പേർ സ്വർഗത്തിലേക്ക് പോകും എന്ന് ഞാൻ ഇപ്പോൾ ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾ മിക്കവാറും എല്ലാവരും തന്നെ കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞിട്ട് ഞാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവൻ, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവേദലാണ്, അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും എന്ന് നിങ്ങൾ പറയും തീർച്ചയായും സന്തോഷത്തോടെ. Yeah, that is absolutely right, because God has forgiven the whole world in Christ. He is not only the propitiation for our sins, he is the propitiation for the sins of the whole world. The whole world is forgiven, but it is the responsibility of people to make it your own. And God has given us the privilege to make that forgiveness our own. And we are children of God. We are on the way to heaven. Praise him. തീർച്ചയായും ദൈവം കർത്താവിൽ നമ്മുടെ പാപങ്ങളൊക്കെയും ക്ഷമിക്കുകയും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രായശ്ചിത്താർത്ഥമായി തീർന്നത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചിരിക്കുകയാണ്. നാം അവനെ കൈക്കൊള്ളുക മാത്രം ചെയ്താൽ മതി, നാം ആ രീതിയിൽ സ്വർഗത്തിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. Thank God there are many who are sitting in before me, being born into the family of God 10 years ago, 20 years ago, 30, 40 years ago. But how many have you snatched from fire? ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിന്റെ കുടുംബത്തിലേക്ക് 10 വർഷത്തിന് മുൻപ്, 20 വർഷത്തിന് മുൻപ്, 30 വർഷത്തിന് മുമ്പ് ജനിച്ചവരായ അനേകരെ ഓർത്ത് ഞാൻ, എൻ്റെ മുമ്പിലിരിക്കുന്ന അനേകരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ആ തീയിൽ നിന്ന് എത്ര പേരെ നിങ്ങൾക്ക് വലിച്ചെടുക്കുവാനായി കഴിഞ്ഞിട്ടുണ്ട്? Jude chapter, there's only one chapter, Jude verse 23. We are commanded to snatch a few from fire. യൂദയുടെ ലേഖനത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് നാം ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു കൽപ്പന ഇവിടെ കാണുന്നത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവിൻ എന്നുള്ളതാണ്. Oh yeah, that's a command. Not merely to the servants of God, not merely to people who are special. It is a command to every child of God. സുവിശേഷ പ്രവർത്തകർക്കായിട്ടോ ചിലർക്ക് പ്രത്യേകമായിട്ടുള്ളവർക്കോ മാത്രമായി നൽകപ്പെട്ടിരിക്കുന്നതല്ല, മറിച്ചത് ഒരു കൽപ്പനയായി എല്ലാവർക്കുമായി നൽകപ്പെട്ട ഒരു കൽപ്പനയായത് കാണുവാൻ കഴിയും. Have you obeyed that command? ആ ഒരു കൽപ്പനയെ നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ? I thank the Lord for being brought up in the Brethren community. I am the 4th generation. My mother is 94 years old. She's sitting here, and her grandmother came to the Lord when she was 18 years old. I am a 4th generation in this family. ഒരു വേർപെട്ട ദൈവജനത്തിന്റെ ഇടയിലുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുവാനായി കഴിഞ്ഞതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ഞാൻ 4ാം തലമുറക്കാരനാണ്. എൻ്റെ മാതാവ് ഇവിടെ 90 വയസ്സിലധികമായിട്ടുള്ള മാതാവുണ്ട്. ആ മാതാവ് 18-ാം വയസ്സിൽ കർത്താവിനെ അറിഞ്ഞതാണ്. ഞാനൊരു 4ാം തലമുറക്കാരനായി ഇന്ന് ആയിരിക്കുന്നു കർത്താവിൽ ഈ വിശ്വാസത്തിൽ. Yeah, remember when my great grandmother, she was married when she was 9 years old, and my great grandfather was 12 years at that time. That was 4 generations ago. എൻ്റെ വലിയമ്മച്ചി 9-ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നതാണ്. ആ വലിയപ്പച്ചന് 12 വയസ്സേ അന്നുണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ 4ാം തലമുറ എന്ന് പറയുമ്പോൾ അവരാണ് വിശ്വാസത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. Okay, at 18 years old, a daughter-in-law in that traditional Christian family goes and gets baptized. ആ കുടുംബത്തില് 18-ാമത്തെ വയസ്സിൽ തങ്ങളുടെ മരുമകൾ പോയി ആ സാധാരണ പോലെ തന്നെ പോയിട്ട് വിശ്വാസ സ്നാനമേൽക്കുന്നു. And her mother-in-law, തന്റെ അമ്മായിയമ്മ ആ സ്നാന ശുശ്രൂഷയ്ക്ക് മടങ്ങി വന്നു. As she came back after baptism, her mother-in-law, she took the Kolambi spittle and he poured on her head and said, "Oh, you had bath, you can have one more bath. Go and have one more bath." ആ സ്നാന ശുശ്രൂഷയ്ക്ക് ശേഷം മടങ്ങി വന്ന മരുമകളുടെ നേരെ അമ്മായിയമ്മ തുപ്പൽ നിറച്ച കോളാമ്പി കമഴ്ത്തിയിട്ട് പറയുകയാണ്, നീ ഒന്ന് സ്നാനപ്പെട്ടതാണല്ലോ, നീ ഒന്നുകൂടെ പോയി കുളിച്ചിട്ട് വരുവാൻ പറയുന്ന അവസ്ഥ. She had a great lot of persecution. ധാരാളം പ്രതികൂലങ്ങൾ അവിടെ ഉണ്ടായി. Bishop, being a member of our family, came to know that she was getting persecuted. ഒരു ബിഷപ്പ് കുടുംബത്തിൽ അംഗമായിരുന്നു. തന്നെയല്ല താൻ ഈ പ്രിയപ്പെട്ടവള് പ്രയാസത്തിന്റെ അനുഭവത്തിൽ കടന്നു പോകുന്നു എന്ന് അറിഞ്ഞു. And the bishop wrote a personal letter to my family saying, please do not persecute her for her faith.
അവളുടെ വിശ്വാസത്തിന് വേണ്ടി അവളെ ആ രീതിയിൽ കഷ്ടപ്പെടുത്തരുത് എന്ന് പ്രത്യേകമായ നിലയിൽ വ്യക്തിപരമായി ആ ബിഷപ്പ് ഒരു കത്തെഴുതുകയുണ്ടായി എൻ്റെ കുടുംബത്തിന്. Until then, she used to be persecuted in the house. വീട്ടിൽ അതുവരെയും വളരെ കഷ്ടത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ട അവസ്ഥ എനിക്കുണ്ടായി. But she began to pray for the conversion of her husband. എന്നാൽ തന്റെ ഭർത്താവിന്റെ ആ വിശ്വാസത്തിലേക്കുള്ള വരവിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. And you know, when he was 84 years old, when the fourth generation man, when I was 8 years old, I saw my great grandfather getting baptized. തന്റെ 84-ാമത്തെ വയസ്സിൽ, അതായത് 4-ാം തലമുറക്കാരനായി ഞാൻ 8 വയസ്സുള്ള ആ സന്ദർഭത്തിൽ ആ പ്രിയപ്പെട്ടവൻ പോയി സ്നാനപ്പെടുന്നത് കാണുവാനായിട്ട് തനിക്ക് കഴിഞ്ഞു. കർത്താവിലേക്ക് വരുന്നത് കാണുവാൻ വലിയ ഒരു ആത്മീയ സത്യം ഞാൻ അവിടെ മനസ്സിലാക്കി. There is one prayer for which God will never say no. If you begin to pray for the conversion, salvation of somebody who is a relative of you or a friend of yours. നിങ്ങളുടെ ബന്ധുവോ അല്ലെങ്കിൽ സുഹൃത്തുവായ ഒരു വ്യക്തി അവൻ കർത്താവിലേക്ക് വരണം എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം അതിന് ഇല്ല എന്നൊരു മറുപടി ഒരിക്കലും നമുക്ക് നൽകുകയില്ല. George Muller, if you read her biography of George Muller, he prayed for the conversion of one of his friends for 55 long years. ജോർജ് മുള്ളറിന്റെ ജീവചരിത്രം നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തന്റെ ഒരു സുഹൃത്തിന് വേണ്ടി 55 ദീർഘവർഷങ്ങൾ താൻ പ്രാർത്ഥിച്ചതായിട്ട് നാം കാണുന്നു. That friend did not become a believer until George Muller died. He came to the funeral service of George Muller and he became a believer. ജോർജ് മുള്ളറിന്റെ മരണം വരെയും ആ സുഹൃത്ത് കർത്താവിലേക്ക് വന്നില്ല. എന്നാൽ ജോർജ് മുള്ളറിന്റെ ശവസംസ്കാര ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന് താൻ കർത്താവിനെ അറിയുകയും ഏറ്റുകൊള്ളുകയും ചെയ്തു. Yes, those of you who are sitting before me, I want to tell you, you can decide who will be in heaven. തീർച്ചയായും എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാനായിട്ട് കഴിയും ആരാണ് സ്വർഗത്തിൽ ഉണ്ടാകേണ്ടത് അഥവാ സ്വർഗത്തിലേക്ക് പോകുന്നത് എന്ന്. The doctrine of predestination has confused many people. മുൻനിർണയത്തിന്റെ ആ ഒരു ഡോക്ടറിൻ അല്ലെങ്കിൽ ആ ഒരു ഉപദേശ വിഷയം പലരെയും കൺഫ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. I will ask a very simple question. വളരെ ലളിതമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. Has God foreordained any man to go to hell? Has God predestined anyone to go to hell? ദൈവം ആരെക്കുറിച്ചെങ്കിലും താൻ നരകത്തിലേക്ക് പോകണം എന്ന് മുൻനിർണയിച്ചിട്ടുണ്ടോ? Hell is prepared for Satan and for his angel. Matthew chapter 25:41. മത്തായി 25:41. Anybody to go. He has not predestined anyone to go to hell. മത്തായി 25:41 നാം വായിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നരകം എന്നുള്ളത് സാത്താനും തന്റെ സൈന്യത്തിനും വേണ്ടി തന്റെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാണ്. ദൈവം അവിടേക്ക് ഒരുവരെയും അയക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുവേണ്ടി ആരെയും മുൻനിർണയിച്ചിട്ടില്ല. And Jesus said, no one can come to me unless the Father draws them. തീർച്ചയായും കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഒരുവനും എന്റെ പിതാവ് തന്നിലേക്ക് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുക്കേക്ക് വരുന്നില്ല എന്ന് പറയുന്നു. I want to tell you, whom will the Father draw? Whom will the Father attract? I want to tell you, whoever for whom you are praying, Father will attract such people to come to the Lord Jesus. ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്, ആരെയാണ് ദൈവം തന്നിലേക്ക് ആകർഷിക്കുന്നത്? തീർച്ചയായും നാം ഓരോരുത്തരും ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരെ ദൈവം തീർച്ചയായും തന്നിലേക്കും പുത്രനിലേക്കും ആകർഷിക്കും, വലിച്ചെടുപ്പിക്കും എന്നുള്ളത് സംശയം വേണ്ട. My message tonight is, don't go to heaven alone. The times of Gentiles have come to an end. Don't go to heaven alone. You are commanded to hasten the coming. You are sent to the Gulf countries. Because they must hear the gospel, and you need to snatch a few from there and go to the Father, and only then God will be pleased. തീർച്ചയായും ഇന്ന് രാത്രി കാലം എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശം ഇതാണ്. കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുക, തന്നെയുമല്ല തീയിൽ നിന്ന് ചിലരെ വലിച്ചെടുക്കുക എന്നുള്ള കൽപ്പന നാം അനുസരിക്കുക. ഗൾഫിന്റെ പ്രദേശത്തേക്ക് നിങ്ങളെ അയച്ചത് ആ പ്രദേശത്ത് നിന്ന് ചിലരെ കർത്താവിലേക്ക് വലിച്ചെടുപ്പിക്കുവാൻ, തീയിൽ നിന്ന് വലിച്ചെടുക്കുവാനായിട്ടാണ്. അക്കാര്യം നിങ്ങൾ മറന്നു പോകരുത്. And this is the evening message, and this is a message that you should keep in your mind. You can go home and decide, make a list of people for whom you want to see in heaven. And there is going to be probably a lot of strife. Long time prayer may be needed.
But one thing is sure, that God will never say no. He will only arrange things in such a way that they will, on their own decision, make a decision for the Lord Jesus. തീർച്ചയായും നിങ്ങൾക്ക് ഇന്ന് മീറ്റിംഗിന് ശേഷം കടന്നുപോയി നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാവുന്ന ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് കർത്താവിലേക്ക് കടന്നു വരുവാൻ, അഥവാ സ്വർഗത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നവരുടെ ഒരു പട്ടിക ഉണ്ടാക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദീർഘകാലം ഒരുപക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നേക്കാം, എന്നാൽ പോലും അത്തരത്തിൽ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നെങ്കിൽ തീർച്ചയായും അത് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. My time has come to an end, and before closing, I want to make a special prayer request. എൻ്റെ സമയം തീർന്നുവല്ലോ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപായിട്ട് ഒരു പ്രത്യേക പ്രാർത്ഥനാ വിഷയം കൂടെ നിങ്ങൾ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. As I told in the beginning, I'm an online missionary from around the world. People have been coming. 6 years ago, one girl from near Delhi, Bareilly, came to me saying, I'm a Hindu. I don't want to become a Christian. Can your Jesus help? തീർച്ചയായും ഏതാണ്ട് 6 വർഷക്കാലത്തിന് മുൻപ് ഡൽഹിക്കടുത്ത് ബറേലിയിലുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വരികയും ഞാനൊരു ക്രിസ്ത്യാനിയാകുവാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും കർത്താവിന് എന്നെ സഹായിക്കുവാൻ കഴിയുമോ എന്ന ചോദ്യവുമായി എൻ്റെ അടുത്തേക്ക് വന്നു. And the 4 days, in 4 days, we exchanged about 50 emails. She is somebody who was doing a PhD in commerce. താനുമായി 4 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 60ഓളം ഇമെയിലുകൾ എക്സ്ചേഞ്ച് ചെയ്യുവാനിടയായി. താൻ ആ സമയത്ത് കൊമേഴ്സിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. You know, from the time she was 12 years old, till day she was 25 years when I met her 25 years ago. 25 years old. There used to be a demon who used to torture her every time, every night, wherever she slept. ഒരു 12 വയസ്സ് മുതൽ ഞാൻ അവളുമായി സംസാരിക്കുന്ന 25 വയസ്സ് താൻ ആകുന്നത് വരെ എല്ലാ രാത്രികാലവും അവളെ ബാധിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഒരു പൈശാചിക ശക്തി അവൾ അധിവസിച്ചിരുന്നു. Can you believe a 25-year-old girl was sleeping between parents with sleeping pills and painkiller, but even there, demon did not leave her alone. 25 വയസ്സായ പെൺകുട്ടി മാതാപിതാക്കളുടെ ഇടയിൽ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഉറക്കഗുളിക കഴിച്ചുകൊണ്ടാണ് അവൾ കഴിഞ്ഞിരുന്നത്. എങ്കിൽ പോലും അവിടെയും ആ പൈശാചിക ശക്തി അവളെ വെറുതെ വിടുന്നില്ല. Her father, being a gold merchant, took her from everywhere possible to see that she is relieved from this problem. തന്റെ പിതാവ് ഒരു സ്വർണ്ണ വ്യാപാരിയായിരുന്നു. അതുകൊണ്ട് തനിക്ക് കഴിയുന്നിടത്തോളം എല്ലായിടത്തും ഈ പ്രശ്നത്തിൽ നിന്ന് വിടുതലിനായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. Every 3 months she used to go to Rajasthan. There's a temple, Balaji temple, where she only problem with the ladies with this problem would come. She went there and did pujas every 3 months for several years, but no relief. 3 മാസത്തിലൊരിക്കൽ രാജസ്ഥാനിൽ ബാലാജിയുടെ ഒരു അമ്പലമുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ വരുന്ന ഒരു സ്ഥലമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി, ആ രീതിയിൽ പൂജ നടത്തുവാനായി അനേക നാളുകൾ അവിടെ തുടർച്ചയായി പോയിക്കൊണ്ടിരുന്നു. Went to magicians and even to mosque and everywhere possible. People said it is possible for, but there was no relief. തനിക്ക് സാധ്യമായ സ്ഥലങ്ങളിലൊക്കെയും മന്ത്രവാദികളുടെ അടുത്തും അത്തരത്തിലുള്ള എല്ലാവരുടെ അടുത്തും കൊണ്ടുപോവുകയും തനിക്ക് ആവുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്യുവാനായി താൻ ശ്രമിക്കുകയും ചെയ്തു. 25-year-old, she was about to commit suicide, and her Hindu friend came to know about it, and she said, did you ever pray to Jesus? Jesus might be able to help you. 25 വയസ്സായ ആ പെൺകുട്ടി ഇവിടെ ഒരു സുഹൃത്ത് വന്ന് തന്നോട്, ഒരു ഹിന്ദു സുഹൃത്ത് വന്ന് തന്നോട് പറയുകയായിരുന്നു, നീ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ യേശുവിന് നിന്നെ രക്ഷിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. And that's why she came to me online. I'm a Hindu. I don't want to become a Christian. Can you Jesus help? And on the 4th day, after 50 emails, on the 4th day, she accepted the Lord, and the demonic problem came to an end. ഏതാണ്ട് 4 ദിവസത്തിന് ശേഷം 50ഓളം ഇമെയിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയതിനു ശേഷം അവൾ തിരിച്ചറിയുകയും അവൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ ആ പൈശാചിക ശക്തി അവളെ വിട്ടുപോയി. Parents could not believe. I spent more than 20-25 lakhs of rupees. One prayer. Teach us also to pray. തന്റെ മാതാപിതാക്കൾക്ക് വിശ്വാസമായില്ല. കാരണം അനേക വർഷങ്ങളായി ഏതാണ്ട് 25 ലക്ഷത്തിലധികം തുക അവർ ചെലവാക്കിയതാണ്. എങ്കിലും ഒരു പ്രാർത്ഥന മുഖാന്തരം ഈ പ്രശ്നം മാറിപ്പോയി എന്നുള്ളത് അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. They said, come on, teach us to pray. തീർച്ചയായും അവർ പറഞ്ഞത്, കടന്നു വരിക, പ്രാർത്ഥിക്കുവാനായി ഞങ്ങളെ പഠിപ്പിക്കുക എന്നാണ്. And the whole family became believers.
ആ കുടുംബം ആകമാനമായി വിശ്വാസികളായി തീർന്നു. And they're a very rich people community, which is not possible for us to approach them. But now I told Neha Agarwal, Neha, to pray for your community. And now they have 35 people gathering every Sunday to worship the Lord. വളരെ ധനികരായ ഒരു കുടുംബ പശ്ചാത്തലത്തിലുള്ളവരാണ്. അവരുടെ പശ്ചാത്തലത്തിലേക്ക് കടന്നുപോയി നമുക്ക് ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല. എങ്കിലും അവളുടെ സാക്ഷ്യം മുഖാന്തരം അവിടെ ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന 35 പേരടങ്ങുന്ന ഒരു കൂട്ടമുണ്ട് എന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. And 20 of them break bread on every Sunday. ഓരോ ഞായറാഴ്ചയും അപ്പം നുറുക്കുന്നവരായ 20 പേർ അവരുടെ മധ്യത്തിലുണ്ട്. Now, why did I say this? എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്? Day before yesterday, she has a big tumor and she has so many complications beyond imagination. Doctors are surprised how she is living. Her case is very complicated. Leave it there. But her mother became dengue and brother became dengue. 3 of them are admitted in the hospital. And it's very and a friend, their relatives are mocking at them. It is happening because you left our worship. Do pray for this family, that the Lord will deliver them, give them marvelous deliverance. In answer to her prayer, first century miracles are taking place there, but their family is going through very serious situation. I request you to humbly remember Neha and family, and that the Lord will interfere and relieve them. The testimony is sent to brother. Anybody wants to read, you can read it. തീർച്ചയായും ആ കുടുംബത്തെ നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കേണ്ടിയിരിക്കുന്നു. വളരെ കഷ്ടത്തിന്റെ അനുഭവത്തിൽ കൂടി അവർ ഈ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സഹോദരിക്ക് ട്യൂമറിന്റെ പ്രയാസമുണ്ട്. നേഹ എന്നാണ് സഹോദരിയുടെ പേര്. തൻ്റെ സഹോദരനും അതുപോലെ മാതാവിനും ഡെങ്കിയുടെ പ്രയാസങ്ങളുണ്ട്. ആ കുടുംബത്തിൽ ശാരീരികമായ കഷ്ടങ്ങൾ അനേകമുണ്ട്. എന്നാൽ അതിലുപരിയായി ആ കുടുംബത്തിൽ അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിൽ 1-ാം നൂറ്റാണ്ടിൽ നടന്നതുപോലെയുള്ള അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. ഈ കുടുംബത്തെ പ്രത്യേകാൽ ദൈവം വിടുവിക്കേണ്ടതിന് പ്രത്യേകാൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവരുടെ സാക്ഷ്യം PDF-ലായിട്ട് നമുക്ക് ഇമെയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഷെയർ ചെയ്യുവാനും മറ്റുള്ളവർക്ക് കാണുവാനും കഴിയും. Thank you very much for this opportunity. Do continue to pray for me. May the Lord's name be glorified. Once again, I want to thank you for this opportunity. God bless you. ഈ സന്ദർഭത്തിനായിട്ട് പ്രത്യേക നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രീതിയിൽ അനുവദിച്ച സമയത്തിനായിട്ടും പ്രത്യേക നിങ്ങളുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന് അതിനോട് സ്തോത്രം ചെയ്യുന്നു.